ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ചൂടപ്പം പോലെ പുസ്തകങ്ങൾ വിറ്റഴിയുമ്പോൾ അറബ് പുസ്തകങ്ങളുടെ സ്റ്റാളുകളിൽ ഇപ്പോഴും ചിലർ ഗൃഹാതുരതയോടെ അന്വേഷിച്ചെത്തുന്ന മറ്റൊന്നിന്റെ കൂടി വിൽപ്പന പുരോഗമിക്കുകയാണ്. പുസ്തകങ്ങളെ പോലെ ഒരു കാലത്ത് നമ്മളെല്ലാം ഏറെ ഇഷ്ടത്തോടെ വീട്ടിൽ സൂക്ഷിച്ച് ദിനേന എന്നോണം ഉപയോഗിച്ചിരുന്നതും പിന്നീട് വിസ്മൃതിയിലേക്ക് മറഞ്ഞ ഒരു വസ്തു. അതെന്താണെന്ന് നോക്കാം. ഷാർജ പുസ്തകോത്സവത്തിൽ നിരവധി അപൂർവ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ അപൂർവമായ മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. ഇത് പുതുതലമുറയിലെ എത്ര പേർക്ക് അറിയും എന്നറിയില്ല. ഇത് കാസറ്റുകളാണ്. കാസറ്റുകൾ വൻതോതിൽ വിറ്റഴിക്കാനായി ഷാർജ പുസ്തകോത്സവത്തിൽ എത്തിയിട്ടുണ്ട്. ടേപ്പ് റെക്കോർഡറുകളിലിട്ട് പാട്ട് കേൾക്കാനും പ്രസംഗം കേൾക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന കാസറ്റുകളാണ്. ഇക്കാലത്തും ഈ കാസറ്റുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നാണ് ഈജിപ്തിൽ നിന്നെത്തിയ സുനോ കൈറോ ഓഡിയോ ആൻഡ് വീഡിയോ കമ്പനി പറയുന്നത്. നൂറുകണക്കിന് കാസറ്റുകളാണ് ഇവരിവിടെ എത്തിച്ചിട്ടുള്ളത്. 100 tape. Who is the most popular, Kulsum or Abdul Halim? The same, Abdul Halim and Kulsum. പുസ്തകോത്സവത്തിൻ്റെ ഓരോ ദിവസവും 100-ലധികം കാസറ്റുകൾ അറബ് ലോകത്ത് വിറ്റുപോകുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് ഇപ്പോഴും ഈജിപ്തിലെ വളരെ പ്രശസ്തമായ ഗായിക, ഇന്ത്യയിൽ പോലും നിരവധി ആരാധകരുള്ള ഉമ്മു കുൽസുവിൻ്റെ കാസറ്റുകളാണ് ഇപ്പോഴും ഈജിപ്തിൽ നിന്ന് വിറ്റുപോകുന്നത്. ഉമ്മു കുൽസുവിൻ്റെ കാസറ്റ് അന്വേഷിച്ച്, അബ്ദുൽ ഹാലിമിൻ്റെ കാസറ്റ് അന്വേഷിച്ച് ഇപ്പോഴും ഈ സ്റ്റാളുകൾ നൂറുകണക്കിന് അറബികൾ ഓരോ ദിവസവും എത്തുന്നു എന്നുള്ള ഒരു കൗതുകകരമായ കാര്യമാണ് ഈ സുനോ കെയ്റോ ഓഡിയോ വീഡിയോ കമ്പനിയുടെ പ്രതിനിധികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ പണ്ട് ഈ കാസറ്റുകളേക്കാൾ മുമ്പുള്ള ഗ്രാമഫോണിൽ ഉപയോഗിക്കുന്ന വിനൈൽ റെക്കോർഡുകൾ ഇത്തരത്തിൽ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലും ഉമ്മു കുൽസുവിൻ്റെ തന്നെ ഗ്രാമഫോൺ റെക്കോർഡുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചു വരുന്നത്. അത്തരം അപൂർവമായ കാഴ്ചകൾക്ക് കൂടി വേദിയാണ് ഷാർജ പുസ്തകോത്സവം. കാസറ്റുകൾ, അത് കഴിഞ്ഞിട്ട് സംഗീത ലോകത്ത് വന്ന CD-കൾ, അത് പിന്നീട് നമുക്കറിയാം ഫ്ലാഷ് ഡിസ്കിലേക്കും മറ്റ് ഡിസ്കിലേക്കൊക്കെ മാറിപ്പോയ, നമ്മളുടെയൊക്കെ ഡ്രൈവുകളിലേക്ക് മാറിപ്പോയ ഒരു കാലം ഉണ്ട്. പക്ഷേ അപ്പോഴും ഈ കാസറ്റുകളെ പഴയ രീതിയിൽ തന്നെ സ്നേഹിക്കുകയും അതിലെ പാട്ടുകൾ ആസ്വദിക്കുകയും ചെയ്യുന്ന അറബികൾ പലയിടത്തും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നൂറുകണക്കിനായിട്ടുള്ള ഈ കാസറ്റ് ശേഖരം. അബ്ബാസ് മുഹമ്മദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ.